ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തത് ഒരു സോളോ ഔട്ടിങ് എന്ന് പോവാണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ ആക്ച്വലി കുറേ നാളുകൾ മുന്നേ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അധികം ഫ്രണ്ട്സൊന്നും അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ പോകാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇടക്കിടക്ക് ഒറ്റയ്ക്ക് ഡേറ്റിന് ഇങ്ങനെ ചുമ്മാ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പോകലുണ്ടായി. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഐ ഫെൽസ് ലൈക്ക് എനിക്കൊന്ന് ഒരൊറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറച്ച് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ അക്ഷയയിലേക്കാണ് പോണത്. എനിക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് റിലേറ്റ് ചെയ്ത് കുറച്ച് പരിപാടികളൊക്കെ അവിടെ തീർക്കാനുണ്ട്. പിന്നെ കുറച്ച് എല്ലാവരും ചില്ലറ പരിപാടി. അപ്പോൾ അവിടെ അത് തീർത്തിട്ട് നമുക്ക് കാണാം. ഭയങ്കര കോൺഫിഡൻസോട് കൂടി അക്ഷയയിലേക്ക് കയറിപ്പോയിട്ട് അരമുക്കാൽ മണിക്കൂർ നല്ല പോസ്റ്റ് കിട്ടി തിരക്ക് കാരണം ആ ഒരവസ്ഥയിലാണ് ഞാൻ. ഗൈസ്, അങ്ങനെ 1 മണിക്കൂറത്തെ യുദ്ധത്തിന് ശേഷം അക്ഷയയിലെ പരിപാടി കഴിഞ്ഞു. ഓണം വിശക്കുന്നുണ്ട് ഗൈസ്, നല്ലോണം. ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആൻഡ് നമുക്ക് എൻ്റെ ഒരു കസിൻ്റെ കൊച്ചിന് ആക്ച്വലി കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. നമുക്ക് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മൾ നോക്കിയ കടയിലില്ല. അപ്പം നമ്മൾ ലുലുവിലേക്ക് പോവാണ്. കാര്യം എനിക്ക് കുറച്ച് സാധനങ്ങൾ, എൻ്റെ മെയിൻ ഷോപ്പിംഗ് അവിടെയാണ്. അപ്പം അവിടെ നോക്കാം നമുക്ക് ഡ്രസ്സ് ഉണ്ടോ. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടല്ലോ. നമുക്ക് ലുലു മോളിലേക്ക് പോകാം. ലുലുവിൽ ചെന്നിട്ട് എന്ത് കഴിക്കണം എന്ന് ഇങ്ങനെ അഗാധമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പെട്ടെന്ന് കണ്ണിലേക്ക് എന്തോ ഒരു സാധനം കയറിപ്പോയി. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കണ്ണ് തിരുമാനും പറ്റില്ല മസ്കാര ഇട്ടതുകൊണ്ട്. രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട ഒരവസ്ഥയിൽ കുറേ നേരം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് പോയി. പക്ഷെ എൻ്റെ ചിന്ത പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയിപ്പിക്കുന്ന രീതിയിൽ എന്താ കയറിയെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. തിരക്കും ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ ലുലു മാൾ കയറാൻ പോവാണ്. ആദ്യത്തെ എൻ്റെ ഉദ്ദേശം തിന്നാന്നുള്ളതാണ്. കാരണം സമയം ഇപ്പോൾ 2 മണിയാവാറായി. രാവിലത്തെ ഒരു അവക്കാഡോ ഷെയ്ക്കിലാണ് ഞാൻ നടക്കുന്നത്. ചിലപ്പോൾ കുഴഞ്ഞു വീഴും. അതുകൊണ്ട് എവിടെ നിന്ന് കഴിക്കണം, എന്ത് കഴിക്കണം എന്നൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫുഡ് കോർട്ട് എത്തിയിട്ടുണ്ട്. മേടിച്ച ഫുഡിന്റെ ടോക്കണൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൂഡില് ഇറച്ചിച്ചോറാണ് ഓർഡർ ചെയ്തത്. നോക്കാം, കഴിച്ചു നോക്കാം. സൽക്കാര, ഗ്രൂപ്പ് ഓഫ് പാരഗൺ, കുറെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ചോറൊക്കെ കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ബട്ട് ഫൈനലി ഐ റീച്ച് ഇറ്റ്. പിന്നെ ലുലുവിൽ എനിക്ക് ആകെ ഉള്ളൊരു സജഷൻ, ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഈ ഫുഡ് കോർട്സിന്റെ സൈഡിലായിട്ട് ചാർജിങ് പോർട്സ് വെച്ചാൽ നല്ലതായിരുന്നു. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. സ്ഥലം ചെറുതായിട്ടൊന്ന് മാറി, ബിക്കോസ് അവിടെ ഒരു ഫാമിലി വന്നു, കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് മാറിക്കൊടുത്തു. നന്മ മരം ആയതല്ല, എനിക്ക് സിംഗിൾ സീറ്റ് മതിയല്ലോ. അപ്പൊ ഞാൻ എണീറ്റ് കിട്ടുന്നില്ലേ വന്നു. ഇതാണ് ഇറച്ചിച്ചോറ്. കാണാൻ നല്ല ബർക്കത്തൊക്കെ ഉണ്ട്. കഴിച്ചു നോക്കാം. റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഘോരഘോരം പ്രസംഗിച്ചതൊന്നും കിട്ടിയിട്ടില്ല. മൈക്കിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഇറച്ചിച്ചോറ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിന്നായിരിക്കാനാണ് എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗുലാബ് ജാമുനും കുൽഫിയൊക്കെ വെക്കുന്ന ഒരു കട. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിച്ചു. അപ്പം ഞാൻ ഒരു പീസേ ഓർഡർ ചെയ്തു എന്ന് പറയുന്നതാണ് ഇത്. അപ്പം അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ലാത്തൊരു വികാരമുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നോട്ട് ബാഡ്. വീക്കെൻഡ്സിൽ അല്ലാണ്ട് വീക്ക് ഡേയ്സിൽ ലുലുവിൽ വരാൻ തന്നെ കാരണം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് ഫുൾ ആൾക്കാരാണ്. വി ആർ ഗോയിങ് ടു R&B. അവിടെ ഫ്ലാറ്റ് 50% ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് 50% ഓഫ് എന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. പിന്നെ കണ്ണാടി കാണുമ്പോൾ കുറച്ച് പ്രഹസനം അത് വേണമല്ലോ. R&B എന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി കുറച്ച് സ്കിൻ കെയർ സാധനങ്ങൾ മേടിക്കണം. നമുക്ക് പേർപ്പിളിലേക്ക് പോവാം. ഈ 2 കടകളുമാണ് എനിക്ക് കയറാനുള്ളത്. ഏകദേശം പരിപാടികളൊക്കെ തീരാറായി. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിതാ മേടിച്ചു. ഇനി നമുക്ക് വെസ്റ്റ് സൈഡിലും കൂടെ കയറാനുണ്ട്. കയറിയിട്ട് കാണാം.
ലുലുവിലെ യുദ്ധം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. ചെരുപ്പ് നോക്കണം, 2-3 ഡ്രസ്സും കൂടെ നോക്കാനുണ്ട്. ഓക്കെ, ലുലുവിൽ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോകുന്ന വരുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ടായി. സോ ഇപ്പൊ ഞാൻ തിരിച്ച് ഓട്ടോയിലും നമ്മള് നാളെ ഒരു ട്രിപ്പ്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകും. അപ്പോ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് എന്തെങ്കിലും ഡ്രസ്സസ് എടുക്കണം തണുപ്പിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കും എന്റെ കെട്ടിയവനും ഒരു കോള് വന്നു. അപ്പൊ നമ്മള് എനിക്കും എന്റെ ഹസ്ബൻഡിനും കൂടെ വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കണം. പരുതുമാണ് കടകൾ. സത്യം പറഞ്ഞാൽ എറണാകുളത്ത് ഇത്രയും കടകൾ ഉണ്ടായിട്ട് നമുക്ക് ഒരു നല്ല കട ഡ്രസ്സിന്റെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. 1-2 പരിചയമുള്ള കടകളുണ്ട്, പോയി നോക്കാം. കിട്ടിയില്ല ഇങ്ങനെ മേടിക്കലുള്ളതിടും. കിട്ടിയാൽ ഒത്തിരി കൂടിയത് അങ്ങനൊന്നും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയാൽ ഞാൻ എടുക്കും, അല്ലെ എടുക്കൂല. അപ്പൊ ഇനി അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെരുപ്പ് നോക്കാനുണ്ട്. ചെരുപ്പ് പുറത്തേക്ക് ഇടാനും എനിക്ക് ഷൂ ഒക്കെ നോക്കണമെന്നുണ്ട്. കുറെ നോക്കാനുണ്ട് ഗൈസ്, ഞാൻ നോക്കട്ടെ. എന്റെ കെട്ടിയോനുള്ളത് കിട്ടി. ഇനി എനിക്കുള്ളതാണ് പണി, എനിക്കുള്ളതാണ് കിട്ടുമോ ഇല്ല. ഇവിടെ പാലാരിവട്ടത്ത് തന്നെ ഒരു കടയുണ്ട് ആക്ച്വലി, അവിടെ പോയി നോക്കണം കിട്ടുമോന്നുള്ളത്. എനിക്ക് വേണ്ടി ഇങ്ങനെ തിണ്ടി നടക്കലല്ലാതെ ഒന്നും സമയത്തിന് കിട്ടലില്ല സ്വാഭാവികമായിട്ടും. നോക്കാം. എന്റെ പൊന്നി ഗൈസ്, ഒന്നും പറയണ്ട, എന്തൊക്കെയോ ആയി. ഞാൻ ഐശ്വര്യമായിട്ട് കേറിയ കടയില് കരണ്ട് ഉണ്ടായില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ചൂടത്ത് നിന്ന് എന്നിട്ട് ഞാൻ എടുത്തു. കാരണം സ്വാഭാവികമായിട്ടും ആദ്യത്തെ കടയിൽ കയറി ഇപ്പം കിട്ടിയില്ല, 2ാമത്തെ കടയിൽ കയറി കിട്ടിയില്ല, 3-ാമത്തെ 4-ാമത്തെ കടയിൽ കയറിയിട്ടാണ് കിട്ടിയത്. പിന്നെ ചൂട് എടുത്താലും കുഴപ്പമില്ല, ഞാൻ അവിടുന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങടെ ഇറങ്ങി. ഇനി ആകെ 1 ലക്ഷം മാത്രമേ ബാക്കിയുള്ളൂ. ചെരുപ്പും ഒരു ഷൂവും എടുക്കാനുണ്ട്. അപ്പൊ ആ ഷൂ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ആ പോകുന്ന വഴിയാണിത്. ഞാൻ അതെന്താണോ, ഞാൻ എപ്പ ഇറങ്ങിയതാ? ഞാൻ 12 മണിക്ക് ഇറങ്ങിയതാ. ഒരു കെട്ട് കവറുമായി ഞാൻ ഇതാ സ്റ്റുഡിയോയിലേക്ക് കയറി. ഗൈസ്, ഞാനൊരു കോമഡി പറയട്ടെ. അതായത് സ്റ്റുഡിയോയില് എന്തെങ്കിലും എടുക്കാൻ വരുമ്പോ എനിക്കൊന്നും കിട്ടാറില്ല. എവിടെങ്കിലും എടുത്തിട്ട് സ്റ്റുഡിയോയിൽ വരുമ്പോൾ ഒടുക്കത്തെ ഓഫറും നല്ല സാധനം. ഇവിടെ ഇപ്പോ ആക്ച്വലി എന്തോ സെയില് നടക്കാണ് ഗൈസ്. ലൈക്ക് എന്തോ ഒരു 299 സെയില്. ഇതുണ്ടോ, ഇതൊക്കെ 299 വെച്ചേക്കണതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? പിന്നെ നോക്കാൻ വന്ന സാധനം അല്ല ഞാൻ നോക്കുന്നത്, ഞാൻ വേറെ എന്തൊക്കെയാ നോക്കുന്നത്. എന്റെ പൊന്നി ഗൈസ്, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും വീട്ടിലെത്തി. സമാധാനമായി. സത്യം പറഞ്ഞില്ലേ, ഓക്കെ, സോളോ ആയിട്ട് പോകുന്നത് ഫൺ, ഇറ്റ്സ് നൈസ് വെൻ ഇറ്റ്സ് ഓൺലി ഹാവിങ് ഒരു ലഞ്ചൊക്കെ കഴിക്കാൻ പോയിട്ട് പുറത്തു വരുന്നത്. സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഒന്നാമത് തൊണ്ടവേദനയാണ്. അപ്പോൾ ഇതുണ്ട്, ഇത്രയും സാധനങ്ങൾ മേടിച്ചു. ഇതൊക്കെ ആവശ്യം ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. കുറേ തീർന്നു പോയ സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായി. ലൈക്ക് എന്താ, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ബോഡി വാഷ്, ഇതൊക്കെ തീർന്നു പോയ സാധനങ്ങൾ ലിസ്റ്റിൽ പെട്ടതാണ്. അപ്പം അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നാളെ നമ്മൾ ഒരു ട്രിപ്പ്, നാളെ അല്ല മറ്റന്നാൾ പോവും. നാളെ ഇവിടുന്ന് നമ്മൾ കോഴിക്കോട് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായി. എനിക്ക് അയ്യോ, ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പ് മേടിച്ചില്ല. ഇത്രയൊക്കെ അലഞ്ഞ് തിരിഞ്ഞിട്ട് ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പ് എനിക്ക് കിട്ടിയില്ല. മെയിൻലി ഞാൻ കാറും കൊണ്ടല്ല പോയത്, ഊബറിനാ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഊബറിൻ്റെ പൈസ കൊടുത്ത് ഊബർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എനിക്ക് ലാസ്റ്റ് ഈ കൂടെല്ലാം കൂടെ പിടിച്ച് ചൂടും എല്ലാം കൂടെ ആയിട്ട് നല്ല വെയിലുണ്ടായി. എനിക്ക് ഭ്രാന്ത് പിടിച്ചു. അതാണ് ആക്ച്വലി സംഭവം. പിന്നെ ചെരുപ്പിൻ്റെ കാര്യം, ഞാൻ ഈ ഷൂ മേടിച്ചപ്പം മറന്നുപോയി. എന്തോ ഒന്ന് ബാക്കിയുണ്ട് എന്ന് എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ചെരുപ്പാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. വീട്ടിലിടുന്ന ചെരുപ്പ് എപ്പോഴെങ്കിലും മേടിക്കാം. അത്യാവശ്യം വേണ്ട എല്ലാം മേടിച്ചു. ഒരു ചായയെങ്കിലും ചായ മീൻസ് ഞാൻ ചായ കുടിക്കില്ല, ഒരു കോഫിയെങ്കിലും എവിടെന്നെങ്കിലും കുടിക്കണം എന്നുണ്ടായി. പക്ഷെ കുറേ കവറും ചൂടും ഞാൻ ആകെ വേർത്ത് കുളിച്ചു ആക്ച്വലി.
അത്രയ്ക്ക് ചൂടുണ്ടായി പുറത്ത്. ആൻഡ് കുറേ സാധനങ്ങളും കവറ് എല്ലാം കൂടെ ആയിട്ട് എനിക്ക് പ്രാന്തായി. പിന്നെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായി. ആ എന്തെങ്കിലും ആവട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്ളോഗ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കുറേ നാൾക്ക് ശേഷം, പക്ഷേ എന്തോ ഒരു ആശ്വാസം, എന്തോ ഒരു ടൈപ്പ് ഓഫ് ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പുറത്ത് പോയതിൻ്റെ ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പോകണം നല്ലതാണ്. എപ്പോഴും എനിക്കിങ്ങനെ പോകണം ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഇങ്ങനെ പോകാനും എനിക്കിഷ്ടമല്ല. എനിക്ക് അവനവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. പക്ഷേ ഇടയ്ക്ക് ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ഫൺ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളും ഇങ്ങനെ നിങ്ങളുടേതായ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക ആൻഡ് ഹാവ് ഫൺ. ഒരു ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്തിട്ട് തിരിച്ചു വരാം. സോ ദാറ്റ്സ് ഇറ്റ്. ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല, തൊണ്ടവേദനയാണ്. ഐ എം എൻഡിങ് ദിസ് വ്ളോഗ് ആൻഡ് വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.